ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിയാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നു ചില വോട്ടുകൾ ചില മേഖലകളിൽ നിന്ന് വന്നില്ല എന്ന രീതിയിലൊരു പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ PK ശശിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഒറ്റപ്പാലത്തെ സീറ്റ് അത് പേയ്മെൻറ്റ് സീറ്റാണ്, മാത്രമല്ല കോൺഗ്രസ് വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. രാവും പകലും കോൺഗ്രസ്സുകാർ PK ശശിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഒറ്റപ്പാലത്ത്. അപ്പോൾ പിന്നീട് വീണ്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു പരാതിയായി അവരുടെ. അതിൽ ഈ ജയഘോഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ജയഘോഷ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊള്ളാവുന്ന നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല നേതാവാണ്, ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ട നേതാവാണ്. അവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ കോൺഗ്രസിനെയോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയോ കോൺഗ്രസ് നേതാക്കളെയോ ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തത്. ഞാൻ പറഞ്ഞത് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന റിപ്പോർട്ട് തെറ്റുമാണ്. കാരണം UDFൻ്റെ വോട്ട് മറിച്ചു കൊടുത്തത് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെ വോട്ടോ UDFൻ്റെ വോട്ടോ മറിച്ചു കൊടുത്തു എന്ന ആക്ഷേപവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് 2021 ലഭിച്ച വോട്ടുകൾ ഇത്തവണ കിട്ടിയില്ല, UDFന് കിട്ടിയില്ല. കോൺഗ്രസ്സിന് മാത്രമല്ല, UDFന് കിട്ടിയില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറയുകയുണ്ടായി, വളരെ വളരെ കൃത്യമായി ഞാൻ പറയുകയുണ്ടായി, ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു നേതാവോ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഉള്ള ഒരു നേതാവും അത്തരത്തിലുള്ള ഈ തീരുമാനം, ഈ വോട്ട് മറിച്ചു കൊടുക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്ന രാഷ്ട്രീയ നിലവാരമില്ലാത്തവരല്ല. അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാരണവശാലും അത് തെറ്റായി ആരും ധരിക്കരുത്. മാത്രമല്ല, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളൊക്കെ ടീം UDF ആണ്, ടീം UDFൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നാളിതുവരെ ഞങ്ങളാരും സ്വീകരിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് UDFന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസും UDFും പരിശോധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശശി ഇനി ഒറ്റപ്പാലം സീറ്റിന് വേണ്ടി വാശി പിടിച്ചു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതായത് എൻ്റെ വീട് നിൽക്കുന്ന മണ്ഡലമാണ്, അവിടെ എനിക്ക് തന്നെ മത്സരിക്കണം, അതിൻ്റെ പേരിൽ ഹരിഗോവിന്ദ മാഷിനെ ഷൊർണൂരിലേക്ക് വിട്ടു, അത്രയും വലിയ ത്യാഗങ്ങൾ ചെയ്ത കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നൊക്കെയാണ്. അത് ഹരിഗോവിന്ദന് ഒറ്റപ്പാലം സീറ്റ് കൊടുക്കുകയാണെങ്കിലും ആർക്ക് കൊടുക്കുകയാണെങ്കിലും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സീറ്റ് ആവശ്യപ്പെട്ടതൊന്നുമല്ല. കോൺഗ്രസ് എന്നോട് സംസാരിച്ചതാണ് ഇവിടെ മത്സരിക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ പ്രയാസകരമായ മണ്ഡലങ്ങളാണ് ഈ ഒറ്റപ്പാലാണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഒക്കെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കാളിയായത്, മത്സരത്തിന് ഞാൻ പോയത്. അത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് സീറ്റാണെന്നൊക്കെ പറയുന്നതിന് അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊന്നും സാധ്യത ഞാൻ തീരെ കാണുന്നില്ല. അങ്ങനെ പേയ്മെൻറ്റ് സീറ്റാണെന്നൊക്കെ പറയൂ. കാരണം പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറയുന്നതിനൊക്കെ അവരുത്തരം കൊടുക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും. അതെങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയഘോഷിനെ പോലുള്ള ആളുകളൊന്നും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PK ശശിയുടെ വാർഡിൽ, അത് വീട് നിൽക്കുന്ന വാർഡ് പോലും കോൺഗ്രസ് ലീഡ് ചെയ്തില്ല. ആ വാർഡിൽ BJP വോട്ട് എൻ്റെ വാർഡിലും എൻ്റെ ബൂത്തിലും ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തെറ്റായ ധാരണയാണ്. എൻ്റെ വാർഡിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കെൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വാർഡിലും ലീഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബൂത്തിലും ലീഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രദേശം അടങ്ങുന്നതാണ് എൻ്റെ ഇത് തെറ്റായിട്ടുള്ള വിവരം. അത് UDFിൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് അത് കൃത്യമായി തന്നെ പരിശോധിക്കാൻ UDFിൻ്റെ നേതാക്കളെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരത് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ റിവ്യൂ നടത്താൻ വേണ്ടി അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ മണ്ഡലം ഭാരവാഹി തന്നെ എന്നോട് സംസാരിച്ചത്. ജയഘോഷിൻ്റെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കാനാണ് സാധ്യത. ജയഘോഷിന് ഇപ്പോൾ എന്നോട് വ്യക്തിപരമായിട്ടൊരു വിരോധം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലാവണോ, VD സതീശനാണോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ? എന്തെങ്കിലും രീതിയിൽ ഒരു അഭിപ്രായം തേടലുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു ഭാഗത്തുനിന്ന് ശശിയോട്? അല്ലല്ല, എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു വിഷയം അതിനകത്ത് വരുന്നില്ലല്ലോ. കാരണം ഇത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസും UDFും അല്ലേ തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി അതാര് തീരുമാനിച്ചാലും ശരിയായ തീരുമാനമായിരിക്കും എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. കാരണം കേരളം ആവേശപൂർവ്വം കാത്തിരുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ്. കേരളത്തിലെ മനുഷ്യൻ ആവേശത്തോടുകൂടി പ്രതീക്ഷാനിർഭരമായി കാത്തിരുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ഈ രാഷ്ട്രീയ മാറ്റത്തെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താൻ UDFന് കഴിയും എന്ന് തന്നെയാണ്
ഞാൻ പ്രസന്നമായി പ്രതീക്ഷയർപ്പിക്കുന്നത്. CPM വിടുന്ന ഘട്ടത്തിൽ CPMൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ LDF മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്ത് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അത് മുഴുവൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനെതിരെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം പയ്യന്നൂരും തളിപ്പറമ്പും എല്ലാം ഉണ്ടായിട്ടുള്ളത് നേതൃത്വം തിരുത്താനോ അല്ലെങ്കിൽ ഇടപെടാനോ ശ്രമിക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള തോൽവിയാണ്. ഞാനത് സംബന്ധിച്ചെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ വ്യക്തമാക്കിയ കാര്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നുവെങ്കിൽ CPIMന് പിന്നെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപജയം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വന്ന പ്രശ്നങ്ങൾ, ഭരണപരമായ പ്രതിസന്ധി ഒരു ഭാഗത്ത്, ഭരണപരമായിട്ടുള്ള പരാജയത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, ഒരു പക്ഷേ അതിനേക്കാളെല്ലാം അതിരൂക്ഷമായി വന്നത് CPIMനകത്തുള്ള അസംതൃപ്തരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ CPIMൻ്റെ വോട്ടുകൾ കുറഞ്ഞു പോയല്ലോ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1,00,000-അടുത്ത് വോട്ട് CPIMൻ്റെ വോട്ട് 5 കൊല്ലത്തിനിടയിൽ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ജില്ലയിൽ തന്നെ എത്ര വലിയ സംസ്ഥാന നിലവാരത്തിലും ആ പരിശോധന എൻ്റെ കയ്യിൽ കണക്കില്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും വോട്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതിൽ പാർട്ടിക്ക് അകത്തുള്ള അസംതൃപ്തരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത്തരത്തിൽ കോടിയേരിയുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം നല്ല രൂപത്തിൽ പരിഹരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന സമീപനമായിരുന്നു കോടിയേരി സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് വന്ന മാറ്റം CPIMനെ വല്ലാതെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. സഖാക്കളെ കേൾക്കുന്നതിൽ ഒരു പിശക് പറ്റിയില്ല, വലിയ പിശക് പറ്റിയിട്ടുണ്ട്. ആ സഖാക്കളെ കേൾക്കണമല്ലോ. പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കുക. പിന്നെ ആരോടും ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞിടത്ത് നിൽക്കുക, അതാണല്ലോ വേണ്ടത്. അത് സഖാക്കളെ കബളിപ്പിക്കാൻ പാടില്ല. പാർട്ടിയുടെ കരുത്തെന്ന് പറയുന്നത് 4 നേതാക്കന്മാരൊന്നുമല്ല, ജനങ്ങളാണ്, പാർട്ടി പ്രവർത്തകരാണ്. ആ പ്രവർത്തകരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് കേൾക്കുകയും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുന്നതിൽ വന്ന പരാജയം. പിന്നെ ഈ ജില്ലാതലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, മുഖ്യ ചുമതല വഹിക്കുന്ന ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നൊരു പരിശോധന നടത്തണ്ടേ? അതൊന്നും നടത്തിയില്ല എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിലെ പ്രശ്നം. ഇപ്പം നിങ്ങൾക്കറിയുമല്ലോ, ആ കൺവെൻഷൻ വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ആ കൺവെൻഷനിൽ 4000-ഓളം പേർ ഒഴുകിയെത്തിയെങ്കിൽ എത്ര വലിയ അസംതൃപ്തിയാണ് ഈ ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ? അതിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നല്ലോ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. അപ്പോൾ ഇത് പാർട്ടി കാണട്ടെ, പാർട്ടി നേതൃത്വം ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് പരിശോധിക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പരിശോധിക്കട്ടെ. ഈ തിരുത്തൽ എന്ന് പറയുന്നത് ഒരു പൊളിച്ചെഴുത്തിലൂടെ മാത്രമേ CPMനകത്ത് നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ? അതായത് CPM ഇനി തിരുത്തുമെന്ന് പറയുന്നുണ്ട് പല കാര്യങ്ങളും, അതിങ്ങനെ വാക്കിൽ തീരാതെ നേതൃത്വങ്ങൾക്കിടയിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നുള്ളത്. അല്ല, ഇതിൽ ഈ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ലാസ്സിൽ EMS അക്കാഡമിയിലെ ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ളതല്ല. അത് യഥാർത്ഥത്തിൽ നടത്തേണ്ട ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ്, റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്, നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരുപാട് ജീർണതകൾ CPIMനെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ വലിയ തകർച്ച. ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഈ DMFും CP ജോണിൻ്റെ ഈ CMPയും തമ്മിൽ അടുത്ത ദിവസം തന്നെ ഒന്നിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെ? ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. CP ജോണുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ മെർജ് ചെയ്യുകയാണോ വേണ്ടത്, അതോ ഞങ്ങൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണോ വേണ്ടത് എന്നതിനെ പറ്റിയുള്ള തീരുമാനം മാത്രമേ ഇനി എടുക്കാൻ ബാക്കിയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കിപ്പം, റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൻ, റിപ്പോർട്ടർ പാലക്കാട്.